പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് വരെയാണ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയാണ്. കേരളം ആര് ഭരിക്കണം എന്നതിനെ കുറിച്ച്, അതായത് ഇനി മുതൽ അങ്ങോട്ട് കേരളത്തിന്റെ വളർച്ച ഏത് സർക്കാരിലൂടെയാണ് എന്ന് തീരുമാനിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ SIR കാലത്ത് നമ്മൾ ഇക്ഷേറെ വരച്ച ഒരു കാര്യത്തിന് ഇപ്പൊ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ പിണറായി സർക്കാരാണ് ഭരിക്കുന്നത്. അവർക്കൊരു പക്ഷേ ഇതിൽ ഭരിക്കുന്ന സർക്കാർ എന്ന നിലയിൽ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അതല്ല, അടുത്ത സർക്കാർ, ഇനി പിണറായി സർക്കാർ വന്നാലും, ഇനി VD സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ വന്നാലും, ആര് വന്നാലും, ഇനി അതല്ല NDAയുടെ സർക്കാർ വന്നാലും, ആര് വന്നാലും അവരെ കൊണ്ട് നിർബന്ധമായും ചെയ്യിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴേ അവർ കേൾക്കുള്ളൂ. പഞ്ചായത്ത് മെമ്പർ മുതൽ, അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഏതെങ്കിലും ലോക്കൽ നേതാക്കൾ മുതൽ എല്ലാവരും നമ്മളെ കേൾക്കാൻ ഇപ്പോൾ ബാധ്യസ്ഥരാണ്. അവർ കേൾക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവരും നിങ്ങളുടെ നേതാക്കന്മാരോട് പറയണം. അടിയന്തരമായി എന്ത് വില കൊടുത്തും ഇവിടെ അത് നടപ്പിലാക്കണം. ഇനി കേന്ദ്രത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് MP-മാരുണ്ട്. ആ MP-മാരെല്ലാം അവിടെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കാൻ ശ്രമിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ പേര് കണക്ക് കൂട്ടുന്നത് പേരും ഇനിഷ്യലും കൂടെ ചേർന്നിട്ടാണ്. ഉദാഹരണത്തിന് തെക്കയിൽ രാംദാസൻ എന്നാണെന്നുണ്ടെങ്കിൽ T രാംദാസൻ എന്നായിരിക്കും എഴുതുക. രാംദാസൻ എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. ശരിക്ക് ഇയാളെ പേരെന്താ എന്ന് ചോദിച്ചാൽ രാംദാസൻ എന്നാണ് പറയുന്നത്. T രാംദാസൻ എന്നോ അല്ലെങ്കിൽ രാംദാസൻ T എന്നോ പറയാറില്ല. പക്ഷെ പേരിന്റെ കൂടെയാണ് നമ്മൾ ഇനിഷ്യൽ കൂട്ടി എഴുതുന്നത്. ഇതൊരു വലിയൊരു അപകടമാണ്. വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ വലിയൊരു അപകടമാണ്. ഉദാഹരണത്തിന് പാൻ കാർഡിൽ രാമദാസൻ T എന്നുള്ളത് രാമദാസൻ തെക്കയിൽ നിന്ന് എഴുതും. അങ്ങനെ എഴുതുള്ളൂ. അല്ലെങ്കിൽ തെക്കുംപുറത്ത്, അല്ലെങ്കിൽ തെക്കേ വീട്ടിൽ, അങ്ങനെ ആയിരിക്കും ഈ രാമദാസിന്റെ T വരുന്നത്. എന്നാൽ ആധാറിൽ അത് എഴുതിയിട്ടുണ്ടാകുക രാമദാസൻ T എന്നായിരിക്കും. അപ്പോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ നോക്കുമ്പോൾ, ജോയിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് രണ്ടും മിസ്മാച്ച് ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മറുപടി വരുന്നത്. പാസ്പോർട്ടിലും അത് തന്നെ, നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഷോർട്ട് അക്ഷരങ്ങളില്ല, അതും കൂടി വലുതാക്കിയാണ് ഇടുന്നത്. അതായത് ഇനിഷ്യൽ എന്നതിനെ പേരാക്കി ചേർത്ത് കൊണ്ട് വെക്കുന്നതിലൂടെ വലിയ അപകടം ഇവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ SIR കാലത്ത് പേരുകൾ മിസ്മാച്ചായി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം ടൈം സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓടിയ ബഹുഭൂരിപക്ഷം വലിയൊരു കാര്യത്തിലാണ്. പണ്ട് SIR കാലത്ത് അന്ന് ഈ പറഞ്ഞതുപോലെ 2002 ലിസ്റ്റിൽ രാംദാസൻ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ആധാറിൽ രാംദാസൻ T ഒന്നുണ്ട്. പാൻ കാർഡിൽ രാംദാസൻ തെക്കുംപുറത്തൊന്നുണ്ട്. ഈ 3 ഡോക്യുമെന്റും തെറ്റിയില്ലേ? യഥാർത്ഥത്തിൽ ഈ 3 ഡോക്യുമെന്റും തെറ്റാണോ? അല്ല. പേര് 3 ഡോക്യുമെന്റിലും അഥവാ എല്ലാ ഡോക്യുമെന്റിലും സെയിം ആണ്. പിന്നെ എന്തിനാണ് ഈ ഇനിഷ്യലിനെ പേരിന്റെ കൂട്ടത്തിൽ പെടുത്തുന്നത്? ഇനിഷ്യലിന് മറ്റൊരു കോളം തന്നെ വേണം. അത് തെക്കുംപുറത്തായാലും തെക്കയിലായാലും കൊട്ടോട്ടിപ്പറമ്പായാലും എന്ത് തന്നെ ആയിരുന്നാലും അതിന് മറ്റൊരു കോളമാണ് വേണ്ടത്. അതല്ലാത്തതിന്റെ കുഴപ്പം നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. പല സർക്കാർ രേഖകളും മിസ്മാച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. നമുക്കിപ്പോഴും അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. പേരിനൊപ്പം ഇനിഷ്യൽ വേണ്ട. ഇനിഷ്യൽ വേറെ തന്നെ. ഇനിഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ തിരിച്ചറിയാനുള്ള നമ്മുടെ വീട്ടുപേരോ അല്ലെങ്കിൽ നാട്ടുപേരോ അതല്ലെങ്കിൽ നമ്മുടെ അതുപോലെ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പേരോ എന്തെങ്കിലും ആയിരിക്കും. ഇത് ഒരു ചെറിയ വിഷയമായി കാണണ്ട. നമ്മുടെ ഇന്ത്യ മുഴുവൻ അത് നടപ്പിലാക്കേണ്ടതാണ്. ഇനിഷ്യൽ എന്നത് പേരിന്റെ ഭാഗമേ അല്ല. ചിലത് T രാമദാസനായിരിക്കാം, ചിലത് രാമദാസൻ T ആയിരിക്കാം. ഏതായാലും അയാളുടെ പേര് രാമദാസൻ. പേരിന്റെ സ്ഥാനത്ത് രാമദാസൻ എന്ന് മാത്രമേ എഴുതാവൂ. ഇനിഷ്യൽ മറ്റൊരു കോളത്തിൽ വേണം. അവിടെ T എന്നോ തെക്കേപ്പറമ്പിനെന്നോ തെക്കേപ്പറമ്പാടനെന്നോ കൊട്ടോട്ടിപ്പറമ്പനെന്നോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ എഴുതുക. ഈ പേരിനൊപ്പം ഈ ഇനിഷ്യൽ വെക്കുന്നത് ചേർത്ത് വെച്ചുകൊണ്ട് ഇനിഷ്യലും കൂടി പേരിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് വലിയ അപകടമാണ്. ഈ SIR കാലത്ത് നമ്മളത് നല്ലവണ്ണം തിരിച്ചറിഞ്ഞതാണ്. പ്രിയപ്പെട്ട MLA-മാരും MP-മാരും ഒക്കെ ഇത് നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് രേഖകളിലെല്ലാം പേര് ഒന്ന് സ്വതന്ത്രമാക്കിക്കൊണ്ട് അവനവന്റെ പേര് അവനവന് സ്വന്തമാക്കി ഒന്ന് കൊടുക്കണം. ഇനിഷ്യൽ എന്ന് പറയുന്നത് പേരിന്റെ ഭാഗമല്ല. തെക്കേപ്പറമ്പനും തെക്കേപ്പറമ്പാടനും ഒക്കെ മറ്റു പലരും ഉണ്ടാവും. അവരെ ഒന്നും ഇത് കൂട്ടത്തിൽ വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. ഒരുപാട് കുടുംബക്കാരുണ്ടാവും. അതൊക്കെ ഒരു വീട്ടുപേരോ കുടുംബപ്പേരോ ഒക്കെ ആയിരിക്കും. പേര് ഒന്നേ ഉണ്ടാവുള്ളൂ. പേര് തന്നെ മതി. ഇപ്പൊ ഇത് നടപ്പിലാക്കാൻ പറ്റിയ ഒരു അവസരമാണ്. ഇപ്പൊ ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അടുത്ത SIR വരുമ്പോൾ ഇതിനേക്കാൾ വലിയ കുരിശാണ് വരാൻ പോകുന്നത്. മുമ്പ് SIR വന്ന സമയത്ത് ഒരുപക്ഷെ അന്ന് എഴുതിയതിന്റെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BLO ഒന്നാം ടൈം സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇനി ഇലക്ട്രോണിക്സ് രേഖകളുടെ കാലമാണ്. ഈ കാലത്ത് അന്നത് മാച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെ നമ്മുടെ രേഖകൾ തമ്മിൽ ചേർക്കാൻ കഴിയാതെ നമ്മൾ നക്ഷത്രക്കാലാണ്. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ പേര് അവനവന് സ്വന്തമായിട്ടും ഇനിഷ്യല് പേരിന്റെ ഭാഗമല്ല എന്നും നമ്മുടെ നിയമസഭയിലും നമ്മുടെ ഈ പറയുന്ന ലോക്സഭയിലും ഒക്കെ അവതരിപ്പിച്ച് ഒന്ന് സ്വതന്ത്രമാക്കാൻ വേണ്ടി നമ്മുടെ ജനപ്രതിനിധികളോടൊന്ന് പറയണം. Different angles.
Don't forget to subscribe and support this channel.